ജഗത ചിരിക്കല്ലേ ചിരിക്കല്ലേ, ഇത് കരയും വേണ്ട. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇവിടുന്ന് പരിഹാരം കണ്ടെത്തും. ഇരുന്നോളൂ. ജഗതാ ജഗതാ, ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാം എല്ലാം തീർത്ത വിടുള്ളൂ കേട്ടോ. ഒന്നുമില്ല, ഒരു പ്രശ്നവും വരത്തില്ല. ജഗത, എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല രീതിക്കുള്ള ഒരു പരിഹാരം ഇവിടുന്ന് കിട്ടുന്നതാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം ഉപദേഷ്ടാക്കളോട് തുറന്നു പറഞ്ഞോളൂ. മാഡം, എനിക്കാരുമില്ല മാഡം, ഞാൻ ഒറ്റയ്ക്കാണ് മാഡം. ഒരു ഭർത്താവുണ്ട്, വർഷത്തിൽ ഒരു ദിവസം എൻ്റെ വീട്ടിൽ കയറി വരും. ആളൊഴിഞ്ഞൊരു ഓണം കയറാൻ മൂലയില് ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചെയ്താൽ പോലും ഞാൻ അറിയില്ല. ഒറ്റയ്ക്കൊരു പെണ്ണീ സമൂഹത്തിൽ ജീവിക്കുന്ന കാര്യം മാഡം. ഓ മൈ ഗോഡ്, സാർ കേട്ടോ സാർ? ഒറ്റയ്ക്കൊരു പെണ്ണ് ഒരു ഓണം കേറാ മൂലയില് ആരെങ്കിലും അർദ്ധരാത്രി കേറി വന്നാൽ പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ജീവിക്കുകയാണ്. സാർ എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത്? അല്ല, അപ്പൊ ഇത് ചോദ്യമാണോ അതോ ക്ഷണമാണോ എന്നറിയാതെ ഞാൻ എന്നാ പറയാനായി. ജഗത പറഞ്ഞോളൂ. ജഗത, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ പറയൂ. പല രാത്രികളിലും ഞങ്ങൾ ഒറ്റയ്ക്ക് പട്ടിണിയിലാണ്. എൻ്റെ കൊച്ചു പല ദിവസങ്ങളിലും വിശക്കുന്നമ്മ എന്ന് എന്നോട് പറയും. ഇന്നലത്തെ ദിവസമാണെങ്കിൽ കൊച്ചു നേരത്തെ കിടന്ന് ഉറങ്ങി. ഒരു പാത്രത്തിൽ ചോറുണ്ടായിരുന്നു, അതത്രയും ഞാൻ വാരി കഴിച്ച്. ഒന്നും കിട്ടിയില്ല, 1 മണി കഴിച്ച്. വിശക്കുന്നമ്മ, എന്തെങ്കിലും താമ്മ. കൊച്ചിനെ മാറോട് ചേർത്ത് പിടിച്ച് നിൽക്കുമ്പോ സകലം കഞ്ഞി കൊടുക്കാനായി ആരുമില്ലല്ലോ. വിഷമിക്കല്ലേ, ഒരു കാര്യം ചെയ്യാം, അവനെ വിളി. ആരാ നിങ്ങളെ കണ്ണീര് കുടിപ്പിക്കുന്നത്? എന്റെ ഭർത്താവ്. അവനെ വിളി. അവനെ ഇന്ന് വിളിട്ട് ഞാൻ പൂളും. ഞങ്ങളുടെ പെങ്ങളെ നോക്കാതെ നടക്കുന്നവൻ ഏതവനാണേലും അവനെ ഇന്ന് വിളിട്ട് പൂളും. സാറേ